ശ്രദ്ധിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അല്ലാത്തതൊന്നും സ്നേഹമല്ല, അത് മോഹമാണ്, അത് ഇഷ്ടമാണ്. ഇഷ്ടം സ്നേഹമല്ല. ശ്രദ്ധിക്കുക, യൗവനക്കാർ ശ്രദ്ധിക്കുക. ഐ ലവ് യു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ആപ്പിൾ ഇഷ്ടമാണ്, പൂവമ്പഴം ഇഷ്ടമാണ്, അതുപോലെ ഇഷ്ടമാണെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ആപ്പിൾ എന്ത് ചെയ്യും? ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയും. ഇഷ്ടം സ്നേഹമല്ല. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. യഥാർത്ഥ സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ പത്രങ്ങളിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാണുന്നില്ലേ, ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടിയോട്, ഒരു പെൺകുട്ടിയോട് സ്നേഹമെന്ന് പറയുന്നു. അവൾ പറഞ്ഞു, വീട്ടിൽ പറയാൻ എനിക്ക് പറ്റത്തില്ല. 2-3 പ്രാവശ്യം പറഞ്ഞൊടുവിൽ ഇവൻ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ അപ്പം പറഞ്ഞു, അതൊക്കെ പിന്നെ പറയാം മോനെ, ഇപ്പൊ പഠിക്ക്. അവൻ വീട്ടിൽ പോയി. ഒരിക്കൽ കൂടെ ചെന്നു, മോളെ എനിക്ക് തരണം, എനിക്ക് അവളെ സ്നേഹമാണ്. അപ്പം പറഞ്ഞു, പറ്റില്ല, ഇപ്പൊ പഠിക്ക്. കയ്യിൽ ആസിഡാ കരുതിയിരുന്നേ, ആസിഡ്. ആ പെൺകുട്ടിയുടെ മുഖത്തേക്കും അപ്പൻ്റെ മുഖത്തേക്കും ഒഴിച്ചു. ഇതാണോ സ്നേഹം? സ്നേഹിക്കുന്ന ആളെ ആസിഡ് ഒഴിച്ച് പൊള്ളിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ സ്നേഹം അല്ലത്, അതിൻ്റെ പേരാ ഇഷ്ടം എന്ന് പറയുന്നത്. എൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിയില്ലേ ഞാൻ തട്ടിക്കളയും. ഇതാണ് സ്നേഹമെന്നും പറഞ്ഞ് പാവപ്പെട്ട പിള്ളേര് വലഞ്ഞു നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. God is love. ദൈവം സ്നേഹം തന്നെ. ദൈവത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ പ്രധാന വാക്യം, 9-ാം വാക്യം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. സ്തോത്രം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. എൻ്റെ കൂടെ ഒന്ന് വരണേ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ, ആ ഏകജാതൻ എന്ന വാക്ക് സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത്. സ്നേഹത്തിന് ഒരിക്കലും ഒറ്റയ്ക്കിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് തൃത്വം എന്ന സത്യം നമ്മൾ പഠിക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിച്ചു, പുത്രൻ പിതാവിനെ സ്നേഹിച്ചു. ദൈവ സ്നേഹമാണ്. നമ്മൾ ആരും ഇല്ലാഞ്ഞ കാലത്തും ദൈവ സ്നേഹമാണ്. സ്നേഹത്തിന് സ്നേഹിക്കാൻ ആരെങ്കിലും വേണ്ടേ? അവിടെ ആ തൃത്വത്തിന്റെ പ്രസക്തി. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ, അതിനെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുമ്പോൾ തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ. പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ വലിപ്പം നമുക്കൊന്നും ഊഹിക്കാൻ പറ്റുന്നതല്ല. ആ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിനെ ലോകത്തിലേക്ക് അയച്ചു. സ്തോത്രം, 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 സ്തോത്രം. നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം കാണണമെങ്കിൽ എവിടെ പോകണം? പറ. ബേത്ലഹേമിൽ പോകണം. ദൈവത്തിന്റെ സ്നേഹം പ്രത്യക്ഷമായ സ്ഥലമാണ് ബേത്ലഹേം. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത
സ്നേഹിതരെ, ബേത്ലഹേമിലേക്ക് ആത്മാവിൽ നിങ്ങളൊന്ന് നടന്നു വരിക. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ ബേത്ലഹേമിലേക്ക് അയച്ചു. ആ അയച്ച രംഗം കൃത്യമായിട്ട് വിവരിക്കുന്നത് ലൂക്കോസാണ്. ലൂക്കോസ് അത് പറയുമ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും എഴുതിയതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ വായിക്കുന്നു. ശ്രദ്ധിച്ചാലും ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തണമെന്ന് അഗസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കൊർന്യോസ് സുറിയയോട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടാൻ തന്നെ താൻ താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. ഇതൊരു പബ്ലിക് മീറ്റിംഗ് ആണ്. ശ്രദ്ധിച്ചു കേൾക്കുക, ദൂരെ ഇരുന്ന് കേൾക്കുന്നവർ. ലോകമൊക്കെയും പേർ വഴി ചാർത്തണം. അന്ന് സാമ്രാജ്യമാണ്. ഇന്ത്യ ഉൾപ്പെടെ റോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ എഴുതിയിരിക്കുന്നു. ലോകമൊക്കെയും ഒരു ചക്രവർത്തിയുടെ കീഴിൽ നിൽക്കുന്ന കാലം. ലോകമൊക്കെയും സെൻസസ് രേഖപ്പെടുത്തണമെന്നൊരു ഓർഡർ. അത് എല്ലാ ആണ്ടിലും ഇല്ല, എല്ലാ മാസവും ഇല്ല, വല്ലപ്പോഴുമേ ഉള്ളൂ. അതൊരു ചരിത്ര രേഖയാണ്. അപ്പൊ ആ സെൻസസ് നടന്നത് ചരിത്രത്തിലുണ്ടോ? ഉണ്ട്. ആ കൽപ്പന കൊടുത്തതാരാ? ഔഗസ്തോസ് കൈസർ. അപ്പൊ ചരിത്രമാണത്, കെട്ടുകഥയല്ല. പല മതഗ്രന്ഥങ്ങളും കെട്ടുകഥയായി അതപ്പതിക്കുന്നു. എന്നാൽ ഇത് ചരിത്രമാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം, ഔഗസ്തോസ് സീസർ ജീവിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു ഓർഡർ ഇട്ടിരുന്നു. അന്നത്തെ തർജ്ജിമയാണ് ഈ പേർ വഴി ചാർത്തുക എന്നൊക്കെ പറയുന്നത്. സെൻസസ് എടുക്കുക, അത്രേ ഉള്ളൂ. അത് അവനവന്റെ നാട്ടിൽ പോയി ചെയ്യണം. അതിന് സമയമായപ്പോൾ ജോസഫും മേരിയും പോകുന്ന കാര്യമായി എഴുതുന്നേ. അപ്പം ലൂക്കോസ് മാത്രമേ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളൂ. പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നു, പക്ഷെ ലൂക്കോസ് ഡോക്ടറായിരുന്നു. പൗലോസും ഉന്നത പഠിത്തമുള്ള ആളായിരുന്നു. ചില മർമ്മങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. പൗലോസ് ലേഖനങ്ങളുടെ എണ്ണം കൂടുതൽ എഴുതി, ലൂക്കോസ് പേജ് കൂടുതൽ എഴുതി. പഠിക്കുന്നവർ പറയുന്നു പേജ് കൂടുതൽ ലൂക്കോസാ എഴുതിയെന്ന്. അപ്പോൾ അറിവുള്ള 2 പേരാണ് പുതിയ നിയമത്തിന്റെ പേജുകൾ എഴുതി കുറിച്ചിട്ടത്. അപ്പൊ ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ ചരിത്രത്തിലെ ആളുകളുടെ പേര് തപ്പി. 3-ാം അധ്യായം എടുത്താട്ടെ, 3-1. തിബരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ തിബരിയാസ് കൈസർ, അടുത്ത കൈസർ വന്നു. പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ അവിടുത്തെ മറ്റൊരു നാടുവാഴിയുടെ പേര് പിലാത്തോസ്. വായിച്ചോ. ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുരത്രക്കാനിത്തി ദേശങ്ങളിലും. അതൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടാ. തൃക്കോനിത്തി, ഓക്കെ, അങ്ങനെ കിടക്കട്ടെ. പിന്നെ ലൂസാന്യാസ്, അടുത്തയാള് ലൂസാന്യാസ്, അടുത്തയാള് ഹന്നാവ്, അടുത്തയാള് കയ്യപ്പാവ്. അപ്പൊ തിബരിയാസ്, പൊന്തിയോസ് പീലാത്തോസ്, ഹെരോദാവ്, ഫിലിപ്പോസ്, ലുസന്യാസ്, ഹന്നാവ്, കയ്യപ്പാവ്. ഇത്രയും പേര് ചരിത്ര പുരുഷന്മാരാ, വിശ്വാസികളല്ല, ചരിത്ര പുരുഷന്മാരാ. അവര് സഭയായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇപ്പൊ 2022 ഒരു കാര്യം എഴുതുമ്പോൾ ബഹുമാന്യനായ നരേന്ദ്രമോദിജിയാണ് പ്രധാനമന്ത്രി എന്ന് എഴുതുന്നത് പോലെ ചരിത്ര യാഥാർത്ഥ്യം എഴുതുകയാണ് ലൂക്കോസ്. 7 ചരിത്ര പുരുഷന്മാരുടെ പേരെഴുതി വെച്ചിരിക്കുന്നു. ഇനി 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ പ്രധാനപ്പെട്ട 2 പേരുടെ പേര് കാണുന്നു. 9
അങ്ങനെ ഒത്തിരി പേരുടെ പേര് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് 1-ാം അധ്യായത്തിൽ ലൂക്കോസ് പറയുന്നുണ്ട്. ഞാൻ സകലവും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടാണ് ഈ പുസ്തകം എഴുതുന്നത്. പലരും എഴുതിയിട്ടു, അതെല്ലാം ഞാൻ വായിച്ചു. ഞാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് വായിക്കുന്ന ഒരാള് ലൂക്കോസ് സുവിശേഷം വായിക്കണം. അപ്പൊ നോക്കുക, ആ സെൻസസിന്റെ സമയം വന്നപ്പോൾ ജോസഫും മേരിയും വേണമെങ്കിൽ ലീവ് എടുക്കാം, പൂർണ്ണ ഗർഭിണിയാണ് ഭാര്യ എന്നും പറഞ്ഞ്. പക്ഷെ അയാൾ മാന്യനാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അയാള് ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചു. അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൂട്ടി നീണ്ട യാത്ര പോയി. ഇതെല്ലാം പ്രവചന നിവൃത്തിക്ക് വേണ്ടിയാണ്. സ്തോത്രം. നസറത്ത് പട്ടണം വിട്ട് ബേത്ലഹേമിൽ പോയി. മീഖാ പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട് ബേത്ലഹേമിൽ ജനിക്കുമെന്ന്. അത് നിറവേറാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പോണത്. അങ്ങനെ ജോസഫ് ഒരു യാത്രയിലാണ്. യാത്ര എന്ന് പറഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ടാണ്. ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ എത്തേണ്ട, പക്ഷെ വരാൻ പറ്റിയില്ല. യാത്ര എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ദൂരയാത്ര എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഗർഭിണിയാണെ പറയുകയും വേണ്ട. ജോസഫും മേരിയും ഒരു നീണ്ട യാത്ര ചെയ്തു. അങ്ങനെ അവിടെ എത്തി. സ്തോത്രം. വാക്യം 5 വായിക്കാമോ? 2-ന്റെ. യഹൂദയിലെ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതന പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. പ്രസവത്തിന്റെ സമയം വന്നാൽ മാറ്റി വെക്കാൻ പറ്റുമോ? അയ്യോ മക്കള് വെളിയിൽ നിന്ന് വരാനുണ്ട്, അതുവരത്തേനെ ഒന്ന് നിർത്താവോ എന്ന് ഡോക്ടർ എന്ന് പറയാൻ പറ്റുമോ? ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്ന പോലെ എന്ന് ബൈബിളുണ്ട്. പെട്ടെന്ന് മേരി ജോസഫിനോട് പറഞ്ഞു. എന്തു പറഞ്ഞു? അച്ഛാ, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ നാടുകളിലൊന്നും അത് ഭർത്താക്കന്മാരോട് പറയുകയില്ല, അമ്മച്ചിയോടാ പറയുന്നത്. വല്യമ്മച്ചിയുണ്ടെങ്കിൽ വല്യമ്മച്ചിയോടാ പറയുന്നത്. മുതിർന്ന സ്ത്രീകളോടാ പറയുന്നത്. മേരി സഹോദരി, ഇതാ ആദ്യ പ്രസവം. പെട്ടെന്ന് ടൈം വന്നു. ഇന്നിപ്പോ ഡിസംബർ മാസം 8-ാം തീയതി എന്നൊക്കെ ഡോക്ടർ പറയും. അന്ന് അതൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് പെയിൻ ആരംഭിച്ചു. ജോസഫിനോട് പറഞ്ഞു, ചേട്ടാ എന്നെ ഒന്ന് പിടിക്കണേ. അപ്പോഴേക്കും ആള് ടയർഡായി. അതിഭീകരമായ വേദന ആ സമയം. പുരുഷന്മാർക്കത് പറഞ്ഞറിയത്തില്ല. അതികഠിനമായ വേദനയുടെ സമയം, നമുക്കൊന്നും അറിയത്തില്ലത്. അതുകൊണ്ടാണ് ഈ അമ്മയും മക്കളുമായിട്ടുള്ള ഈ അറ്റാച്ച്മെന്റ്. അതിനിപ്പോൾ നമ്മൾ പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും വരുമ്പം അത് പിടികിട്ടുന്നില്ലേ? ഫാദേഴ്സ് ഡേക്ക് ഇങ്ങനെ കാര്യമായിട്ട് ആരും ഒന്നും അയക്കുന്നില്ല. മദേഴ്സ് ഡേക്ക് ഇങ്ങനെ വന്ന് ചാടുക കുന്നുകണക്കിന്. പലരും എന്നോട് ചോദിച്ചത് എന്നാ പാസ്റ്റർ? ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മതി, എൻ്റെ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു. അപ്പന്മാരൊന്നും ചെയ്യുന്നില്ലെന്നല്ല. അപ്പം ഇതിന് മറുപടിയായിട്ട് ഒരാളൊരു ഒരു വീഡിയോ ഇട്ടു. കോഴി മക്കളെ വളർത്തുന്നു. ഒരു തള്ളക്കോഴി ചോറ് കൊത്തിയെടുത്ത് വായിലോട്ട് വെച്ച് കൊടുക്കുക കുഞ്ഞുങ്ങളെ. അന്നേരം ഒരു കോഴിപ്പോനയിലേ വന്നു. പുള്ളി അത് മുഴുവൻ അടിച്ചു പോയി. പാത്രത്തിൽ തലയിട്ട് തള്ള ഒരു വറ്റ് തിന്നാതെ മുഴുവൻ എടുത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. നമ്മളൊരു കല്യാണമൊക്കെ ആണെങ്കിലും നോക്കിക്കോ, നമ്മളിരുന്ന് കഴിക്കും. ഈ സഹോദരി ആ കൊച്ചിനെ കഴിപ്പിക്കുക. അത് കഴിഞ്ഞപ്പോൾ തീരാറുമായി. പിന്നെ വീട്ടിൽ പോയി, ഭക്ഷണം കിട്ടിയില്ല. ഇങ്ങനെയാണ് നമ്മളൊക്കെ ഇത്ര ആയത്. സ്തോത്രം. അവൾക്ക് പ്രസവത്തിനുള്ള സമയമായി.
അമ്മയില്ല, അമ്മായിയമ്മയില്ല, നാത്തോനില്ല, ഭർത്താവ് മാത്രം. കടിഞ്ഞൂൽ പ്രസവം. എന്തിനാ ഇതെല്ലാം വർണ്ണിക്കുന്നത്? ദൈവസ്നേഹം. ദൈവസ്നേഹം. മേരിയുടെ ഉദരത്തിലെ പ്രോപ്പർട്ടി ആരുടെയാ? തമ്പുരാന്റെയാ. അപ്പൊ മേരി ആരുടെയാ? പ്രൈസ് ദി ലോർഡ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവത്തിന് ദൈവം തെരഞ്ഞെടുത്ത വനിതയാണ് മേരി. മേരിയുടെ തലമുടി മുതൽ നഖം വരെ തമ്പുരാന്റെ സംരക്ഷണത്തിലാ. കാരണം ദൈവത്തിന്റെ പ്രിയപുത്രനാണ് അവളുടെ ഉള്ളിൽ. എങ്കിലും ഭൂമിയിൽ ആരും അവളെ പ്രൊട്ടക്ട് ചെയ്തില്ല. ഭൂമിയിൽ ആരും അവളെ സഹായിച്ചില്ല. അവൾ വേദനപ്പെട്ടു, പൊളഞ്ഞു. സ്തോത്രം. കാലം തികഞ്ഞു. വാക്യം 7. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. സ്തോത്രം. വേദപുസ്തകം പഠിക്കുന്നവർക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കുന്നു. എവിടെയാ പ്രസവിച്ചേ? ഉത്തരം പറയണ്ട, ആലോചിച്ചാൽ മതി. പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. എവിടെ പ്രസവിച്ചു എന്ന് എഴുതിയിട്ടില്ല. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ. അപ്പൊ കിടത്താൻ സ്ഥലം വഴിയമ്പലത്തിൽ കിട്ടിയില്ല. അതുകൊണ്ട് പശുത്തൊട്ടി കിടത്തി. എങ്കിൽ എവിടെ വെച്ച് പ്രസവിച്ചു? ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാൻ ഭയപ്പെടുന്നു. എങ്കിൽ ഞാൻ എൻ്റെ നിഗമനം പറയാം. വഴിയമ്പലം എന്ന് പറഞ്ഞാൽ സത്രം, മോട്ടൽ. അവിടെ എല്ലാം ചെന്ന് മുട്ടി. ഒരു റൂം തരാമോ? എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്. മോട്ടലുടെ ദിവസം പറഞ്ഞു ഇതെല്ലാം നേരത്തെ ബുക്ക് ചെയ്തതാ, എല്ലാം ഓൾറെഡി ബുക്ക്ഡ്. അങ്ങനെ എല്ലായിടത്തുനിന്നും ആട്ടി ഇറക്കി വിട്ടു. അങ്ങനെ ആട്ടി ഇറക്കി വിട്ടപ്പോൾ ആ പ്രസവം നടന്നു. ഈ കുഞ്ഞിനെ കിടത്താൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ മൃഗങ്ങളെ ആളുകൾ കൊണ്ടിരുന്നുണ്ട്. കാറില്ലെന്ന്. അതുകൊണ്ട് മൃഗങ്ങളെ എല്ലാ മോട്ടലിലും കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൊഴുത്ത് സുന്ദരമാണ്. അവിടെ കൊണ്ട് കിടത്തി. ഒരു മറപ്പുര പോലും ഇല്ലാതെ, സഹായത്തിനൊരു നേഴ്സില്ലാതെ, മിഡ്വൈഫ് ഇല്ലാതെ, ഒരു ഡോക്ടർ ഇല്ലാതെ മേരി ആ വേദന സഹിച്ചു. ജോസഫ് മേരിയെ സഹായിച്ചു. അങ്ങനെ ചരിത്രത്തിലെ സുപ്രധാന നിമിഷം വന്നു. ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ഈ കാര്യം യോഹന്നാൻ എഴുതുകയാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നിങ്ങൾ ബേത്ലഹേമിലേക്ക് നോക്കിയിട്ട് ദൈവസ്നേഹം കാണുക. ബേത്ലഹേമിലേക്ക് നോക്കിയിട്ട് ദൈവസ്നേഹം കാണുക. ഹല്ലേലൂയ. ബേത്ലഹേമിലേക്ക് നോക്കി ദൈവസ്നേഹം കാണുക. സകലത്തെ നിർമ്മിച്ച, സകലത്തിന്റെ ഉടമസ്ഥനായ സർവശക്തനായ തമ്പുരാൻ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ അവന് കിടക്കാൻ സ്ഥലമുണ്ടായില്ല. അങ്ങനെ പശുത്തൊട്ടിയിൽ കിടത്തി. KP കേശവമേനോൻ എന്ന മഹാനായ മനുഷ്യൻ അതിനെ വർണ്ണിച്ചെഴുതിയിട്ടുണ്ട് യേശുദേവൻ എന്ന പുസ്തകത്തിൽ. ഇതാണ് ഈ ഭൂമിയിൽ നടന്നതിൽ ഏറ്റവും വലിയ സംഭവം. ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഈ രാത്രിയിൽ ഈ സുവിശേഷയോഗം ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സ്നേഹിതരോട്, അയൽക്കാരോട് ഞങ്ങൾ പറയുന്നു, ദൈവം ലോകത്തെ സ്നേഹിച്ചതിൻ്റെ തെളിവാണ് ബേത്ലഹേം. ദൈവം നമ്മെ സ്നേഹിച്ചതിൻ്റെ തെളിവാണ് ബേത്ലഹേം. ആ സ്നേഹത്തെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുവാനാണ് ഞങ്ങൾ ഈ പന്തൽ ഇവിടെ ഇട്ടത്. കാൺമീൻ, നാം മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസാൽ. പരമസമ്പന്നനി ധരണിയിലേറ്റം
ദരിദ്രനായി തീർന്നു സൗമനസാൽ, നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ. ശരിക്കിരുമ്പാണികൾ തറപ്പതിനായതു സ്മരിക്കുകിൽ വിസ്മയനീയം. ശരിക്കിരുമ്പാണികൾ തറപ്പതിനായതു സ്മരിക്കുകിൽ വിസ്മയനീയം. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ ധനമാ. ധ്യാനത്തോടെ അടുത്ത വാക്യത്തിലേക്ക് പോകാം. 1 യോഹന്നാൻ 4:10. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. വചനമൊന്ന് ഗ്രഹിച്ചു പോകണമേ എന്ന് ഞാൻ വളരെ വിനയത്തോടെ അപേക്ഷിക്കുന്നു. 9-ാം വാക്യത്തിൽ എന്ത് കണ്ടു? 10-ാം വാക്യത്തിൽ എന്ത് കാണാൻ പോകുന്നു? 9-ാം വാക്യത്തിൽ ബേത്ലഹേം, 10-ാം വാക്യത്തിൽ ഗോൽഗോഥ. മനസ്സിലാകുന്നുണ്ടോ? ഗ്രഹിച്ചു പോകണം. വെറുതെ ഒരു ആവേശം മാത്രം പോരല്ലോ. ദൈവസ്നേഹം വെളിപ്പെട്ട 1-ാമത്തെ സ്ഥലം ബേത്ലഹേം, 2-ാമത്തെ സ്ഥലം കാൽവറി ക്രൂശ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ബേത്ലഹേമിലേക്ക് വന്നു, അത് ദൈവസ്നേഹത്തിൻ്റെ ചിത്രമാണ്. ഗോൽഗോഥായിൽ പ്രായശ്ചിത്തമായി, അത് ദൈവസ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് ആണ്. സ്തോത്രം. ഇത് അല്ലാതെ ഒരു സന്ദേശം പറയാൻ ഞങ്ങൾക്കില്ല. ഇതേ ഉള്ളൂ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവം തൻ്റെ പുത്രനെ കാൽവറിയിൽ മരിക്കാൻ അനുവദിച്ചു. ഇതിനെക്കുറിച്ച് നിങ്ങളോട് വിവരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയുള്ള ചില മിനിറ്റുകൾ അതീവ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം, അതിൻ്റെ 10-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ, യേശു കർത്താവിനെ തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. യേശുവിന് കഷ്ടം വരുത്തിയത് പിതാവാണ്. ഇത് മനസ്സിലാക്കണം. പീലാത്തോസ് അല്ല, ഹേരോദാവല്ല, യൂദയുമല്ല. പിതാവ് അവന് കഷ്ടം വരുത്തി. ഇതാണ് ദൈവസ്നേഹം. സ്തോത്രം. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അടുത്ത വാചകം, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട്. യേശുവിന്റെ പ്രാണൻ ഒരു യാഗമാകണം. അടുത്ത വാചകം, അവൻ സന്തതിയെ കാണുകയും ആ യാഗത്തിലൂടെ ഒരു സന്തതി പിറക്കണം, ദീർഘായുസ് ആ പ്രാപിക്കുകയും. സന്തതി ഞാനും നിങ്ങളുമാണ്. ഇതാ സുവിശേഷം. ഈ വാക്യം നിങ്ങളൊന്ന് മനഃപ്പാടമാക്കിക്കൊണ്ട് പോകണം. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി.
അവൻ്റെ പ്രാണനൊരു അകൃത്യേകമായി തീർന്നു. അവൻ സന്തതിയെ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവപുത്രൻ ബേത്ലഹേമിൽ ജനിച്ചു. നിന്നയും പഴിയും ദുഷിയും ഒക്കെ ധാരാളം കേട്ടു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ പുച്ഛിക്കപ്പെട്ടു. ബേത്ലഹേമിൽ പശുത്തൊട്ടിയിൽ കിടന്നു. പക്ഷെ ഈ കുട്ടി അനാഥനൊന്നുമല്ല. ഈ കുട്ടി അനാഥനൊന്നുമല്ല. സ്നാനത്തിന് യോർദാനിലെ നദിയിൽ ഇറങ്ങി വന്നു. വെള്ളത്തിൽ മുങ്ങി. പെട്ടെന്ന് സ്വർഗം തുറന്നു. ഇടിവെട്ടുന്ന പോലൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഈ കുട്ടി അനാഥനല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ദൈവമക്കളോടൊരു ദൂത് ഇതിനിടയ്ക്ക് പറയാം. ചില സമയത്ത് നമുക്ക് ആരും ഇല്ലെന്ന് തോന്നും. ചില സമയത്ത് നമുക്ക് വേണ്ടി ആരും ഇടപെടുന്നില്ലെന്ന് തോന്നും. നമ്മൾ അനാഥരാന്ന് തോന്നും. നമ്മൾ അപമാനിക്കപ്പെടും. എന്നാൽ അതിന്റെ ക്ലൈമാക്സ് ആകുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം, ഇവൻ എൻ്റെ പൈതലാണ്, അവനെ തുടരുത്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. സാക്ഷാൽ ദൈവപുത്രനായ യേശു പലപ്പോഴും അനാഥനെ പോലെ നടന്നു. പലപ്പോഴും ആരുമില്ലാത്തവരായി തീർന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ശബ്ദമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ശബ്ദമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, രോഗം, ദുഃഖം, കഷ്ടം, ദാരിദ്ര്യം, സങ്കടമൊക്കെ വന്ന് വല്ലാതെ വേദനിച്ചിരിക്കുന്ന ഹൃദയമേ, ഒരു ശബ്ദം ഇന്ന് രാത്രി പറയുന്നു, നീ ദൈവത്തിന്റെ പൈതലാ, നീ ദൈവത്തിന്റെ പൈതലാ, നീ സർവശക്തന്റെ സന്താനമാ. പതറിപ്പോകരുത്. അല്പസങ്കടം വന്നാലും അല്പ കഷ്ടം വന്നാലും പിന്മാറി പോകരുതേ. ഒരു ശബ്ദം കാതിൽ കേൾക്കാം, നീ എന്റെ പൈതലാണ്. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. യേശു കർത്താവ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു അനാഥ ബാലനെ പോലെ നടന്നു. ഇത് തന്നെയാണ് ഇന്നത്തെ ദൈവസഭയുടെ അവസ്ഥ. ചോദിക്കാനും പറയാനും ആരുമില്ലാതെ തല്ലുകൊള്ളുന്നു, പീഡനം അനുഭവിക്കുന്നു, അപമാനിക്കപ്പെടുന്നു, സോഷ്യൽ മീഡിയയിൽ കല്ലെറിയുന്നു. ഒരു സമയം വരുമ്പോൾ സ്വർഗം ഇടപെടും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഞാനല്ല പ്രതികരിക്കുന്നത്, എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ഒരു സ്വർഗമുണ്ട്. യേശു ഒരിടത്തും പറഞ്ഞില്ല, എനിക്ക് വേണ്ടി പറയാൻ ആളുണ്ടെന്ന് പോലും പറഞ്ഞില്ല. സമയം വന്നപ്പോൾ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ പറയുക, ഇവൻ എന്റെ പ്രിയപുത്രൻ. ആ ശബ്ദം കേട്ടാ പോരെ ഈ ഭൂമിയില്? ആര് കൈവിട്ടാലല്ല, ആര് കാലുവാരിയാലല്ല, ഒരു ശബ്ദം ഇടയ്ക്ക് കേൾക്കാം, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. കരങ്ങളൊന്ന് ചേർത്ത് അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. അതെ, ശക്തിയോടെ ചില മിനിറ്റുകൾ ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ തകർത്തളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ പിന്നെയും നിന്ദിക്കപ്പെടുന്നു, പിന്നെയും അപമാനിക്കപ്പെടുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറുരൂപമലയിൽ 3 ശിഷ്യന്മാർ മാത്രമായിട്ട് കയറി. അവിടെ വെച്ച് വീണ്ടും ഒരു അനൗൺസ്മെന്റ്, ഇവൻ എന്റെ പ്രിയപുത്രനാ. മാറിപ്പോകരുത്, തെറ്റിപ്പോകരുത്, ഇവൻ മാത്രമേ ഉള്ളൂ, എന്റെ പ്രിയപുത്രൻ ഇവൻ മാത്രമാണ്. ഇവന് ചെവി കൊടുക്കുവീൻ. ഇവനെ വിശ്വസിക്കാൻ കൊള്ളാം, ഇവനെ അനുഗമിക്കാൻ കൊള്ളാം, ഇവനെ ആരാധിക്കാൻ കൊള്ളാം, ഇവനെ പ്രസംഗിക്കാൻ കൊള്ളാം. ഇവനാണ് ദൈവപുത്രൻ. യേശുവിന്റെ നിന്ന ചുമക്കാൻ ലജ്ജിക്കരുത് കുഞ്ഞുങ്ങളെ. യേശുവിന്റെ പൈതലായി ജീവിക്കാൻ ലജ്ജിക്കരുത് യൗവനക്കാരെ. വേറൊരു സത്യം ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. നിങ്ങൾക്കറിയാമോ,
ഇടി വെട്ടിക്കണമെങ്കിൽ ഇപ്പൊ വെട്ടിക്കാൻ യേശു കർത്താവിന് പറ്റും. മഴ പെയ്യിക്കണമെങ്കിൽ ഇപ്പൊ പെയ്യിക്കാൻ പറ്റും. ബൈബിളിന് എത്ര തെളിവുകൾ വേണം? നൂറ്റാണ്ടുകളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ, ചെങ്കടൽ, അവിടേക്ക് വിശുദ്ധന്മാർ ഇറങ്ങി വരുമ്പോൾ മോശയുടെ കയ്യിലിരിക്കുന്ന വടി നീട്ടുന്നു, പുഴ വറ്റിപ്പോകുന്നു. ആ പുഴയുടെ ആഴമെത്ര, വെള്ളമെത്ര എന്ന് അറിയാവുന്നവരോട് ചോദിച്ച് പഠിക്കണം. 25 ലക്ഷം ആളുകൾ ഒരൊറ്റ രാത്രി കൊണ്ട് പാസ് ചെയ്യണമെങ്കിൽ റോഡിന് എത്ര വീതി വേണം? ഒക്കെ വിവരിക്കാൻ ഒത്തിരി സമയം പോകും. കുമ്പനാട് കൺവെൻഷന് 30,000 പേര് ഞായറാഴ്ച സഭായം കഴിഞ്ഞ് ഗേറ്റ് കടക്കാൻ എത്ര മണിക്കൂർ എടുക്കും? 30,000 ഉള്ളന്നേ, ഒത്തിരി ഉണ്ടെന്ന് തോന്നുക. സ്ക്വയർ ഫീറ്റ് അളന്ന അതിൽ കൊള്ളുന്നില്ല. യോഗം കഴിച്ച് ഗേറ്റ് ഒന്ന് കിടക്കണം എത്ര മണിക്കൂർ എടുക്കും? അങ്ങനെയാണ് 25 ലക്ഷം ജനം ചെങ്കടലിൽ കിടക്കാൻ ഒരൊറ്റ രാത്രി എടുത്തുള്ളൂ. അങ്ങനെയാണ് ആ റോഡിന്റെ വീതി എത്രയാ? ദൈവം തുറന്നാൽ അങ്ങനെ തുറക്കും. അടഞ്ഞ വഴി കണ്ട് ഭാരപ്പെട്ട് മടങ്ങരുത്. തമ്പുരാനൊരു വഴി തുറക്കും. അവൻ തുറന്നാൽ ആരും അടക്കില്ല. അവൻ തുറന്നാൽ അതൊരു വല്ലാത്ത വഴിയായിരിക്കും. അതിന് തുല്യമായ ഒരു വഴി പിന്നെ ഉണ്ടാവില്ല. നിന്റെ സ്വപ്നത്തിൽ കാണാത്ത, നീ മനസ്സിൽ ചിന്തിക്കാത്ത വഴി നിനക്ക് വേണ്ടി തുറക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ആക്ഷൻ എടുക്കാൻ കഴിയുന്നവനാ ദൈവം. ഇങ്ങനെ ആക്ഷൻ എടുക്കാൻ കഴിയുന്നവനാ ദൈവം. ശൗല് അധികാരപത്രം എഴുതി കൈവച്ച് പോകുമ്പോൾ ഒരൊറ്റ സെക്കൻഡിലാ അവന്റെ ലൈഫിനെ മാറ്റിമറിച്ചത്. ഒരു മിന്നൽ അവന്റെ മുഖത്തടിച്ചു, അവൻ വീണു. ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ യേശുവിനെ ഗെത്സമനയിൽ വന്ന് പിടിച്ചപ്പോ ഒരു മിന്നൽ അയച്ചാ പോരെ? എന്താ അങ്ങനെ ചിന്തിക്കാത്ത? പത്രോസേ, നിനക്ക് ഇവനെ അറിയില്ല. അറിയുമായിരുന്നെ നീ വാളെടുക്കത്തില്ല. ക്രിസ്തീയ സത്യത്തിനെതിരെ സംസാരിക്കുന്നവരോട് ഏറ്റുമുട്ടാൻ ഒരു ടീമുണ്ടെന്ന് കേട്ടു. അവരുടെ പേര് കേഫ. അപ്പൊ കേഫ എന്നിടുന്നത് ഇതാ വിഷയം, വാളെടുത്ത ടീമാ. പത്രോസേ, നിനക്കിവനെ അറിയില്ല. അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഭൂമിയിൽ ആരും വേണ്ട. അവൻ നിന്നെ നിന്റെ തലമുറയെ പ്രൊട്ടക്ട് ചെയ്യാനാ വന്നത്. ദൈവശാസ്ത്രത്തിന്റെ അടിത്തറ ഇളകിപ്പോകും നമ്മൾ വാളെടുക്കാൻ പോയാ. ദൈവത്തെ സൂക്ഷിക്കാൻ നമ്മളോ? അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് വേണ്ട. നമ്മളെയും നമ്മുടെ തലമുറയെയും കാക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ സേവിക്കേണ്ടതുള്ളൂ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഞാൻ ദൈവത്തെ സംരക്ഷിക്കണം, ഞാൻ ദൈവത്തെ ചോദിച്ചുകൊണ്ട് നടക്കണോ? അങ്ങനെയുണ്ടെങ്കിൽ ദൈവം ഇല്ലാതിരിക്കുക നല്ലത്. ആമേൻ. എന്നെ അറിയുന്ന, എന്നെ കാണുന്ന, എന്നെ ചുമക്കുന്ന, എൻ്റെ തലയിലെ രോമം പോലും എണ്ണിയിരിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നത്. കരങ്ങളൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. എങ്കിൽ ഇനി നമുക്ക് കാൽവറിയിലോട്ടൊന്ന് പോകാം. ഗെത്സമനയിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂദായുടെ നേതൃത്വത്തിൽ പട്ടാളം വരുന്നു. ഒരൊറ്റ ഇടി അങ്ങ് വെട്ടിയാൽ തീർന്നില്ലേ കഥ? വാക്യം ഓർക്കണം, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദൈവവേദനയിലെ ഒരു ആത്മീയത വിശ്വാസികൾ ഒത്തിരി ഉള്ളതുകൊണ്ട് പറയുക, എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസമൊക്കെ വരുമ്പോൾ ഓർത്തോണം, അതിന് കർത്താവ് എന്തോ വെച്ചിട്ടുണ്ട്, എന്തോ അതിലൊരു നന്മയുണ്ട്. നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്നേ ഉള്ളൂ. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് പെട്ടെന്ന് വെട്ടാനൊക്കെ ഒരുങ്ങി. ആ രംഗം അവിടെ നിന്നും വേഗം മുമ്പോട്ട് പോകുന്നു. അവർ അവനെ കസ്റ്റഡിയിലെടുത്തു. പിന്നീടുള്ള കാഴ്ചകളെല്ലാം ഭീകരമാണ്, ക്രൂരമാണ്, കഠിനമാണ്. അടിച്ചു, മുഖത്ത് തുപ്പി, രോമം പറിച്ചെടുത്തു, മുൾക്കിരീടം തലയിൽ വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചു. കടലിന്മേൽ നടന്നവനെ അന്ന് ഓർക്കണം.
ഭ്രാന്തനെ സൗഖ്യമാക്കിയവനെയാണെന്ന് ഓർക്കണം. മരിച്ചവനെ ഉയർപ്പിച്ചവനെയാണെന്ന് ഓർക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഗ്രഹിക്കേണ്ടത്. ഇതാണ് മർമ്മം, ഇതാണ് സത്യം, ഇതാണ് സുവിശേഷം. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്താണത്? യേശു നമുക്ക് വേണ്ടി യാഗമാകുകയാണ്. അവൻ്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീരണം. ദൈവം നടത്തിയ യാഗമാണ് കാൽവറി. മനുഷ്യൻ നടത്തിയ യാഗങ്ങളല്ല, ദൈവം നടത്തിയ യാഗമാണ് കാൽവറി. ദൈവപുത്രനായ യേശു കുരിശിൽ മരിക്കുന്നു. ബൈബിളിലെ ഏറ്റവും കാഠിന്യമേറിയ നിമിഷം. ഹല്ലേലൂയ. കർത്താവ് കാൽവറിയിലേക്ക് നടക്കുന്നു. അവൻ ആ കുരിശ് എടുക്കുന്നു. ഗെത്സമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗെത്സമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗെത്സമനയിലെ അതിവേദനയും എന്നെ ഓ ഗെത്സമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവറി മലയും എന്നെ ഓർത്തു അതിദാരുണമായ കാൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചു. കർത്താവ് ആ വേദനയുടെ നടുവിൽ എന്നെ ഓർത്തെന്ന സത്യല്ലേ? അവൻ നമ്മെ കണ്ടു എന്ന് എബ്രായ ലേഖനം പറയുന്നു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു എന്ന് എബ്രായർ പറയുന്നു. സന്തതിയെ കണ്ടു എന്ന് യെശയ്യാവ് പറയുന്നു. ആ സന്തതി നീയും ഞാനുമാണ്. ദൈവസ്നേഹം കാണുക കാൽവറിയിൽ. സ്തോത്രം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇത് വിവരിക്കാനാണ് ഇത്രയും സമയം എടുത്തത്. അടുത്ത വാക്യത്തിലേക്ക് ഒന്ന് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1 യോഹന്നാൻ 3:1. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇത് നാം കൂടെ കൂടെ കാണണം. എത്ര വലിയ സ്നേഹം. അടുത്തത്, അങ്ങനെ തന്നെ നാം ആകുന്നു. അതിൻ്റെ അർത്ഥം എന്നാന്ന് മക്കളെ ഒന്ന് ശ്രദ്ധിക്കാമോ? അങ്ങനെ തന്നെ നാം ആകും. എന്താണെന്നറിയാവോ? നിങ്ങൾക്കതിൻ്റെ ആഴം ഒന്നും പിടികിട്ടിയില്ലെങ്കിലും നിങ്ങൾ ദൈവമക്കളാണ്. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചപ്പോൾ ദൈവവൈതലായി. അങ്ങനെ തന്നെ നാം ആകുന്നു. അതിന് പിന്നെ ഒരു 2 പക്ഷയില്ല, അപ്പീലില്ല. അങ്ങനെ തന്നെ നാം ആകുന്നു. കാശൊന്നും മുടക്കിയില്ല, മെഴുകുതിരി ഒന്നും കത്തിച്ചില്ല, വിശ്വസിച്ചതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ദൈവമക്കളായി. അറിയാമല്ലോ വാക്യം. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ സ്വർഗം അധികാരം കൊടുത്തു. ഇന്ന് രാത്രി അകലെ ഇരുന്നോ അടുത്തിരുന്നോ വചനം കേൾക്കുന്നവർ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ രാത്രിയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു.
സ്തോത്രം. അങ്ങനെ തന്നെ നാം ആകുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. കർത്താവെ, ഞാൻ ആ സ്നേഹം അറിയുന്നു, ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം ഞാൻ അറിയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചോളൂ. വാക്യത്തിലേക്ക് തിരിച്ചു വരുന്നു, വായിക്കാം. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മമാണത്. അതായത് യേശുവിനെ അറിയേണ്ടതുപോലെ ഈ ലോകം അറിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ദൈവമക്കളെയും അറിയത്തില്ല. അതാ അതിൻ്റെ അർത്ഥം. യേശു ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആരാന്ന് അറിഞ്ഞേനെ. അതുകൊണ്ട് അതിൽ വിഷമിക്കണ്ട. ലോകം നിന്നെ വേണ്ടതുപോലെ അറിയില്ല, വിഷമിക്കണ്ട. അടുത്തത്, പ്രിയമുള്ളവരെ, ആ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുക, നമ്മളിപ്പോൾ ദൈവമക്കളാണ്. ഈ ഒരു ചാൻസ് വേറെ ആരും പ്രോമിസ് ചെയ്യുന്നില്ല. ദൈവമക്കളാകുക, ദൈവമക്കളാകുക. ഞാനൊരു ക്ലൂ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവുക. നായുടെ കുട്ടി നായ്ക്കുട്ടി, പൂച്ചയുടെ കുട്ടി പൂച്ചക്കുട്ടി, ആനയുടെ കുട്ടി ആനക്കുട്ടി, പുലിയുടെ കുട്ടി പുലിക്കുട്ടി. ദൈവത്തിൻ്റെ കുട്ടിയോ? ഇത്ര ഇപ്പം പറയണ്ട, മനസ്സിരിക്കട്ടെ, മനസ്സിരിക്കട്ടെ. നാം ദൈവമക്കളാകുന്നു എന്ന് പറഞ്ഞ് എന്നെ വിചാരിച്ച് ദുരുപദേശം പറയാണോ? അല്ല. അടുത്ത വാക്യം, നാം ഇന്നതാകുമെന്ന് ആ ഇതുവരെയും പ്രത്യക്ഷമായില്ല. ആ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് ആ അവനോട് സദൃശന്മാരാകും എന്ന് നാം അതിൻ്റെ അറിയുന്നു. അർത്ഥം തന്നെ നമ്മൾ യേശുവിനെ പോലെ ആകുന്നല്ലേ? ആണോ? സ്തോത്രം, സ്തോത്രം. നാം അവനോട് സദൃശന്മാരാവും. അപ്പം ഇപ്പം നമ്മൾ മനുഷ്യരാ. ഇന്നലെ യേശുവിനെ സ്വീകരിച്ചവൻ ഒരു പ്രോസസ്സിങ്ങിലാ. ഇന്നതാകും, ഇന്നതാകും. ഓ, ഞാൻ ആരാകാൻ പോവുക? സ്തോത്രം. അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ. അടുത്ത വാക്യം അതിപ്രധാനമാണ്. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം. ഏത് പ്രത്യാശ? യേശു വരുമെന്നും ഞാൻ അവനെ പോലെ ആകുമെന്നും പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ ആ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പ്രത്യാശയുള്ളവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. കേട്ടായിരുന്നോ ഞാൻ പറഞ്ഞത്? പ്രത്യാശയുള്ളവർ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അവൻ നിർമ്മലീകരിക്കണം. അപ്പൊ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയെ വന്നു പോരാ, അനുദിനം എന്ത് ചെയ്യണം? നിർമ്മലീകരിക്കണം. അശുദ്ധിയെ വിട്ടകലണം. പക, പിണക്കം, ചതി, വഞ്ചന, ദ്രവ്യാഗ്രഹം എല്ലാം വിട്ടുകളയണം. ആരും പെർഫെക്റ്റ് അല്ല, പക്ഷെ ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ അതിലേക്ക് വരണം. എന്തുകൊണ്ടാ? ഞാൻ അവനെ പോലെ ആകാനും പോവുക. ഒരു കഥ പറയാം, എന്നിട്ട് പ്രാർത്ഥിക്കാം.